അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ് അവൻ തിരിച്ചെടുക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവും പ്രാപ്തിയും സാഹചര്യങ്ങളും നൽകിയ ഒരു അടിമയുടെ മേൽ നിർബന്ധമായൊരു ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും കഴിവുണ്ടായിട്ടും പിന്നെയാക്കാം എന്ന് മാറ്റിവെക്കുന്ന വല്ലാത്തൊരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വലിയ ഗൗരവത്തിലാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആയുസ്സിൽ ഒരു തവണ നിർബന്ധമാണ് എന്നാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് ആൽ ഇംറാനിലെ വചനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഴിവും പ്രാപ്തിയും ഉണ്ടോ ഒരു ഹജ്ജ് നിർവഹിക്കാൻ സാമ്പത്തികവും ആരോഗ്യകരമായ എല്ലാ അവസരങ്ങളും ഒത്തുവന്നത് എപ്പോഴാണോ അത് ഇന്ന പ്രായത്തിൽ എന്നല്ല, ഇന്ന കാലത്ത് എന്നല്ല, ഏത് സമയത്താണോ പടച്ചവൻ ആ ഒരു അവസരം കൊടുക്കുന്നത് അവന്റെ മേൽ ബാധ്യതയായി കഴിഞ്ഞു എന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അന്ന അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, നിങ്ങൾക്കുമേൽ അല്ലാഹു ഹജ്ജിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചേ പറ്റൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, 2024 നടക്കേണ്ട ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടുന്ന, അതിനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളെല്ലാം നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി എന്ന് പറയാ? എപ്പോഴാണ് ഞാനും നിങ്ങളും ഒരു പരിപൂർണനായ മുസ്ലിമായി എന്ന് പറയണമെങ്കിൽ ഹജ്ജിന്റെ കാര്യം കൂടി ശ്രദ്ധിക്കുമ്പോഴേ അത് പറ്റുമെന്നാണ്. കാരണം എന്താ, ഒരാളുടെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാം എന്ന ഭവനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 തൂണിൽ മേലാണ് എന്നത് പ്രിയപ്പെട്ടവരെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥി പറഞ്ഞ ഹദീസാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യം. നമസ്കാരം പറഞ്ഞു, പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. നോമ്പ് പറഞ്ഞു, പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കാം നമ്മൾ. സക്കാത്തിന്റെ കാര്യം പറഞ്ഞു, പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും നമ്മൾ. അതേ ഹദീസിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് വൽ ഹജ്ജ്. ഹജ്ജിന്റെ കാര്യം കൂടി ഒരാൾ ശ്രദ്ധിക്കുമ്പോഴേ അവന്റെ ഇസ്ലാം പരിപൂർണമാകുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ നിർവഹിക്കണമെന്നും പ്രവാചകൻ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിച്ചു. മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ, ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവൻ ഏറ്റവും വേഗത്തിൽ നിർവഹിക്കട്ടെ എന്ന. കാരണം എന്താണെന്നറിയോ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് കിട്ടിയ അവസരം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു, നാളേക്ക് മാറ്റിവെച്ചാൽ അവന്റെ മുമ്പിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വരുമെന്ന് അവനക്ക് അറിയില്ല. ഉണ്ടോ സാഹചര്യമൊത്തോ വേഗം ചെയ്തോ, അത് നാളേക്ക് മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. പല ആളുകളും സഹോദരങ്ങളെ ബോധപൂർവ്വം മാറ്റിവെക്കുകയാണ്. കഴിവുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് കാലം കഴിഞ്ഞാകാം. അത് ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് ആകാം. ഈ ആയുസ് അവസാനിക്കുന്ന കണക്ക് പൊടുന്ന കിട്ടിയെന്ന് അറിയണില്ല. അവന്റെ കയ്യിൽ ആരെങ്കിലും അവന്റെ മരണ ഡേറ്റ് കൊടുത്ത പോലെ പറിച്ചു കേട്ട് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, ഇത് ഒരു മനുഷ്യന്റെ പുരുഷായുസിന്റെ അവസാനത്തിൽ നിർവഹിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പ്രായം പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട കർമ്മം എന്നൊന്നും ഹജ്ജുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടില്ല. ചിലർ പറയും എല്ലാ പ്രാരാബ്ദങ്ങളും കഴിയട്ടെ. എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, തെര നിന്നിട്ടൊരിക്കലും കടലിലേക്ക് വഞ്ചിയിറക്കാൻ കഴിയാത്തതുപോലെ എല്ലാം കഴിഞ്ഞിട്ടും ഇതിന് സമയം തെരഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ വസൂലാക്കാമെന്ന് അറിയുന്നവരാണ് നമ്മളെങ്കിൽ അതുപോലെ ഹജ്ജിന്റെ വിഷയത്തിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായിക്കൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കഴിവുണ്ടായിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ തആല യഖുൽ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയാണ്, ഇന്ന അബ്ദൻ, ഒരു അടിമ, അവന്റെ പ്രത്യേകത എന്താ, അസ്ഹഹ്തു ലഹു ജിസ്മഹു, അവന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് തന്ന ശരീരം, ആ ശരീരത്തിന് ഞാൻ ആരോഗ്യം കൊടുത്തു. വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി, അവന്റെ ഉപജീവന മാർഗത്തിന് ഞാൻ വിശാലത കൊടുത്തു. അല്ലാഹ് തന്ന ശരീരം,
ആ ശരീരത്തിൽ ആരോഗ്യം തന്നത് റബ്ബ്, അല്ല തന്ന ഉപജീവനം, അതിൽ ഉയർച്ച തന്നത് റബ്ബ്. എന്നിട്ട് പറയാ 5 വർഷമെങ്കിലും ആ ഒരു അവസരം അവൻ കൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായും ആരോഗ്യപരമായി കൊണ്ടൊക്കെ പ്രയാസമില്ലാത്തൊരു 5 വർഷമെങ്കിലും കടന്നു പോയിട്ട് എന്നിലേക്കൊന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവൻ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഒരുപാട് നന്മകൾ തൊലച്ച ഹതഭാഗ്യവാനാണവൻ. എല്ലാം കൊടുത്തത് റബ്ബ്, അവൻ ഈ സെക്കൻഡ് വരെ നേടിയെടുക്കാൻ പ്രാപ്തമാക്കിയതൊക്കെ റബ്ബ്. എന്നിട്ട് പടച്ചോൻ വിളിച്ചോടുത്ത് കൊന്ന് പോകാനുള്ള മനസ്സ് കാണിക്കുന്നില്ലേ? എല്ലാ നന്മകളും തടയപ്പെട്ട ഹതഭാഗ്യവുമാനാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹജ്ജിന്റെ ശരിക്കുള്ള മഹത്വം അത് അറിയേണ്ട പോലെ അറിഞ്ഞ ഒരാളും ബോധപൂർവം അത് പെൻഡിങ്ങിൽ ഇടൂല. പ്രിയപ്പെട്ടവരെ, ഇതെന്തുകൊണ്ടാണെന്നറിയാം ആളുകൾ അങ്ങനെ അവഗണിക്കണേ? പലപ്പോഴും ഇതിന്റെ മഹത്വം ശരിക്കണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അതിന്റെ ഓരോ ഭാഗത്തുള്ള മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആറ്റുകുറുക്കിയ വാക്കിൽ പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയോ? സ്വർഗ്ഗമല്ലാത്ത വേറൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. ആകെ 4-5 ദിവസമേ ഉള്ളൂ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആകെ 4-5 ദിവസമേ ഉള്ളൂ. അതൊന്നും മനസ്സറിഞ്ഞിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹുൽ ജസാ ഇല്ലൽ ജന്ന. ഏറ്റവും നല്ല നിലക്കുള്ള ഹജ്ജ് ചെയ്ത ഒരാള് പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹദീസിൽ എന്താണെന്നറിയോ? ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ തന്റെ ഉമ്മ അവനെ പ്രസവിക്കണ സമയത്ത് പാപങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയില്ലേ? ഒരു കുട്ടി പ്രസവിക്കപ്പെട്ട സമയത്ത് അവന്റെ പാപങ്ങൾ റെക്കോർഡിൽ എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലല്ലോ. അതുപോലെ തിരിച്ചു മടങ്ങാൻ കഴിയുമെന്നാ പറയണേ. തിരിച്ചു മടങ്ങാൻ കഴിയുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഹജ്ജിന് ഉംറക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ, സുഹൃത്തുക്കളെ, അള്ളാന്റെ സംഗമാന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാർട്ടിയാണെന്നാ പറഞ്ഞത്. കാരണം എന്താ? അള്ളാഹ് വിളിച്ചോടുത്ത കാഴ്ചല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ വിളിപ്പിച്ചു, ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞു. പോവുകയാണ് ആളുകൾ എങ്കിൽ അവിടെ ആരെപ്പുണ്ടാകാൻ നോക്കണ്ട, അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ്, അല്ലേ? റഹ്മാനായ റബ്ബാണ് പ്രിയപ്പെട്ടവരെ അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. ഹാജിമാരും ഉംറ നിർവഹിക്കാൻ പോകുന്നവരും അള്ളാഹുവിന്റെ സംഘമാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇൻ ദഅഉഹു അജാബഹും. അവർ അവിടെ എത്തിയിട്ട് മനസ്സ് തട്ടിട്ട് പ്രാർത്ഥിച്ചാൽ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചോടത്തേക്ക് വന്നിട്ട് അത് ചെയ്യുമ്പോൾ അവന്റെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും. അവൻ അവിടെ എത്തിയിട്ട് എന്നോടൊന്നും മനസ്സ് തട്ടി പൊറുക്കലിനെ ചോദിക്കട്ടെ, ഞാൻ അവനക്ക് പൊറിച്ചു കൊടുക്കും. ഓഫറാണ്, പക്ഷെ അങ്ങോട്ട് ചെല്ലണം. അതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ മറ്റൊരു ഹദീസിൽ, സ്വല്പം സുദീർഘമായ ഹദീസിലൂടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് മുതൽ തിരിച്ച് മടങ്ങുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്പിലും ഹജ്ജിന്റെ കർമ്മത്തിൽ എന്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചില സ്വഹാബത്ത് വന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പറഞ്ഞു തരണം, ഓരോന്നിനും എനിക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്നും പറഞ്ഞു തരുന്നു പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചാലനായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ഫഇന്നക ഇദാ ഖറജ്ത മിൻ ബൈതിക തഉമ്മുൽ ബൈത്തുൽ ഹറാം. നീ നിന്റെ വീട്ടിൽ നിന്നും ബൈത്തുൽ ഹറാം ലക്ഷ്യം വെച്ചുകൊണ്ട് നീ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഹജ്ജിന് വേണ്ടിയിട്ട് ബിസ്മിൻ ചൊല്ലി വീട്ടിൽ നിന്നിറങ്ങി, ലാ തലഉ നാഖതുക ഖുഫൻ വലാ തർഫഉഹു ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസന വമഹാ അൻക ഖതീഅ. ഒന്നാമത്തെ കാര്യം തുടങ്ങി. എന്തറിയോ? നിന്റെ വാഹന മൃഗം, നിന്റെ ഒട്ടകം ഇങ്ങനെ ഓരോ കാല് വെക്കുമ്പോഴും, ഓരോ കാല് വെക്കുന്നതും നിനക്ക് ഓരോ നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ്. ഓരോ കാലുകൾ വെക്കുമ്പോഴും ഓരോ തിന്മകൾ കൊഴിഞ്ഞു കിട്ടുമെന്നാണ്, അല്ലെ? ആ നടത്തത്തിന് പോലും, ആ യാത്രക്ക് പോലും കൂലി തുടങ്ങിയിട്ടില്ല. ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. ആ യാത്രക്ക് പോലും കൂലി എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ അവനവിടെ എത്തി, തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കും ചെയ്യും. അതിന്റെ കൂലി എന്താ? തവാഫിന് ശേഷം നീ നിർവഹിക്കുന്ന 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, സുഹൃത്തുക്കളെ, ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയാണെന്ന് പറഞ്ഞു. ഒരു അടിമയെ മോചിപ്പിച്ച കൂലി. ഇന്നിപ്പോ ആ സമ്പ്രദായം ഇല്ല. ഇന്നിപ്പോ ആ സമ്പ്രദായം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്താലാണ് ഒരു അടിമനെ മോചിപ്പിച്ച കൂലി നമുക്ക് കിട്ടാന്നറിയോ? ചോദിക്കണ പണം എടുത്തു കൊടുക്കേണ്ടി വരും. പക്ഷെ അത്ര റിസ്ക് സഹിച്ചാൽ നമുക്ക് പടച്ചോൻ തരാൻ പോകുന്ന കൂലി, അവിടെ എത്തിയിട്ട് തവാഫും കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിക്കുന്നവന്റെ അക്കൗണ്ടിലേക്ക് കയറുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ പോകുന്നത് സഈ നടത്താനാണ്. വഅമ്മാ തവാഫുക ബിസ്സഫാ വൽ മർവ കഇത്തി 70 റഖബ, 70 അടിമകൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മോചിപ്പിച്ച കൂലി. 4 ചോദ്യ സുഹൃത്തുക്കളെ, 7 തവണ തവാഫിന് സഈ നടക്കുമ്പോഴേക്കും 70 അടിമകളെ മോചിപ്പിച്ച കൂലി ആ മനുഷ്യനിക്ക് ലഭിക്കുമെന്നാണ്. പിന്നെ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അറഫയിലുള്ള സംഗമമാണ്. ഇനി നീ ആ അറഫയിൽ അങ്ങനെ സമ്മേളിക്കുമ്പോഴോ അറഫയിലെങ്ങാനും ഹാജിമാർ വന്ന് സംഗമിക്കുമ്പോ റഹ്മാനായ റബ്ബദ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് മലക്കുകളോട് അവിടെ കൂടിയ ആളുകളെ കുറിച്ച് അതാ പെരുമ പറയുന്നു. അല്ലാഹ് നമ്മളെ വെച്ചിട്ട് പെരുമ പറയാ മലക്കുകളോട്, അല്ലേ? മലക്കുകളോട് ആദം സന്തതിയെ സൃഷ്ടിക്കുമ്പോ എന്തിനാണെന്ന് ചോദിച്ചാൽ മലക്കുകൾ, അല്ലേ? അപ്പൊ പറയാ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം, അതുകൊണ്ട് മലക്കുകളെ കുറിച്ച് പറയാ, ആ സൃഷ്ടികളുടെ മഹത്വം പറയാ. എന്താ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം പറയണത്? അല്ലാഹ് പറയാ, ഇബാദി, എന്റെ അടിമകൾ, ജാഊനി ശുഅസം മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നതാ എന്റെ അടിമകൾ ജടപിടിച്ച മുടികളുമായി പ്രയാസങ്ങളേറെ സഹിച്ചതാ അവർ എത്തിയിരിക്കുന്നു. എന്താണ് അവർ വരാനുള്ള കാരണം? യർജൂന റഹ്മതി, എന്റെ റഹ്മത്താണ് അവർക്ക് ആവശ്യം. ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിട്ട് ഒരു ആചാര്യ പട്ടം കിട്ടാനല്ല, അല്ലെങ്കിൽ നാട്ടിൽ പോയാലുള്ള പബ്ലിസിറ്റി മൈൻഡ് ആലോചിച്ചിട്ടല്ല, ഏതെങ്കിലും വരുമാന മാർഗത്തിനല്ല എന്റെ ഹജ്ജ്. യർജൂന റഹ്മതി, അവൻ ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിച്ചത് എന്റെ റഹ്മത്താണ്. അപ്പൊ എന്റെ റഹ്മത്തും പ്രതീക്ഷിച്ചതാ എന്റെ അടിമ വന്ന് നിൽക്കുന്നു. 2 കൈകളും ഉയർത്തി അവർ എന്നോട് ചോദിക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓഫറാ പ്രിയപ്പെട്ടവരെ, പിന്നെ അവിടുന്ന് പടച്ചോണ്ട് കൊടുക്കുകയാണ്. എന്താ അറിയോ? ഫലൗകാനത ദുരൂബുക്കും കഅദദിർ റംലി, അടിവരയിട്ടോ ഇനിയുള്ള ഭാഗങ്ങൾ, അടിവരയിട്ട് മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ഭാഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനെന്ത്? ഫലൗകാനത ദുനൂബുക്കും കഅദദിർ റംലി, ഭൂമി ലോകത്തുള്ള മണൽ തരികൾക്കത്രയും പാപങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ മഴവെള്ള തുള്ളികൾ സമാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ കടലിലെ നുരയോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടെങ്കിലും, ഞാൻ അവൻക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവൻക്ക് പുറത്തു കൊടുത്തിരിക്കും. അല്ലാഹ് പറയാ. എന്നിട്ട് പറയോത്രേ, അഫീലു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതു ലഹു, അഫീലു ഇബാദി മഗ്ഫൂറൻ ലക്കും, എന്റെ പൊന്നു അടിമകളെ, എല്ലാം പൊറുക്കപ്പെട്ട നിലയിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്നാണ്. അപ്പൊ എല്ലാ പാകങ്ങളും കഴുകി കളഞ്ഞിട്ടാണ് അറഫാ സംഗമം പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ ഹാജി അവസാനിപ്പിക്കുക എന്നതാണ്. പിന്നെ ജംറയിലുള്ള കല്ലേറാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ റംയുകൽ ജിബാറ ഫലക ബികുല്ലി ഹസാത്തിൻ റമൈതുഹാ തക്ഫീറു കബീറത്തിൻ മിനൽ മൂബിഖാത്ത്, നീ ജംറയിൽ എറിയുന്ന ഓരോ ഏറുമുണ്ടല്ലോ, നിന്റെ പാപങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ പാപങ്ങളല്ല, നിന്റെ ജീവിതത്തിൽ നരകം ഉറപ്പായിരുന്ന വൻ പാപങ്ങൾ ഓരോ ഏറുകളും കെടുത്തിക്കളയുമെന്നാണ്. പിന്നെ ബലികർമ്മമാണ്. ഇതൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ബലികർമ്മം ആകുമ്പോഴോ അത് വല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നാണ്, അത് ബോണസ് ആണ് എന്നാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ.
പിന്നെയോ തലമുണ്ടനം ചെയ്യും. നീ നിന്റെ തലമുണ്ടനം ചെയ്യുമ്പോൾ നീ തലമുണ്ടനം ചെയ്യുന്ന ഓരോ മുടികൾക്കനുസരിച്ചിട്ടും നിനക്കൊരു നന്മയുണ്ട്. ഒരു മുടി തലേന്ന് പോകുമ്പോൾ അതിനനുസരിച്ചൊരു നന്മ കയറുന്നു, ഒരു തിന്മയും പോകുന്നു എന്നതാണ്. ഒന്ന് ആലോചിച്ച് നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ട് നമുക്കറിയോ? അപ്പൊ അത്രയും പാപങ്ങൾ പോകുന്നു, നന്മകൾ തിരിച്ചു കയറുന്നു എന്ന അവസാന തവാഫിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇനി അവസാനത്തെ തവാഫും ചെയ്യുമ്പോഴോ ഇനി പുറത്തു തരം വേറെ പാപങ്ങളില്ല എന്നാണ്. അത്രയേറെ പാപങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും നിന്റെ അവസാനത്തെ തവാഫ്. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ മലക്കുൻ, ഒരു മലക്കഥ വരുന്നു. നിന്റെ ഇരു ഷോൾഡറിലും മലക്കുകൾ തങ്ങളുടെ കൈകൾ വെക്കും. ഫയഖൂൽ, എന്നിട്ട് ആ മലക്ക് പറയും, ഇഅ്മൽ ഫീമാ തസ്തഖ്ബിൽ, ഇഅ്മൽ ഫീമാ തസ്തഖ്ബിൽ ഫഖദ് ഗഫറ ലക മാ മലാ. കഴിഞ്ഞതെല്ലാം നിനക്ക് പൊറുത്തപ്പെട്ട് കഴിഞ്ഞു. നിന്റെ ജീവിതത്തിൽ ഇന്നോളം വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി നീ നല്ല ഒരു നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്നാണ്. യഅ്മൽ ഫീമാ തസ്തഖ്ബിൽ, നിന്റെ ശിഷ്ടകാല ജീവിതത്തിന് വേണ്ടിയിട്ട് നീ പ്രവർത്തിച്ചോ എന്നാണ്. സഹോദരങ്ങളെ, ഈ മഹത്തായ ഭാഗ്യത്തെയാണ് കഴിവുണ്ടായിട്ടും ഒരാൾ മാറ്റിവെക്കുന്നതെങ്കിൽ അവനേക്കാൾ വലിയ പാപ്പരായ ആളുകളില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മഹത്വം മനസ്സിലാക്കി അതിനുവേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളെ, നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമാക്കപ്പെട്ട ഹജ്ജ്, അത് നിർവഹിച്ചാൽ കിട്ടുന്ന മഹത്വവും അത് അവഗണിച്ചാലുള്ള അപകടത്തെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. അവസരമുണ്ടായിട്ടും അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, റഹ്മാനായ റബ്ബിന്റെ അടുക്കിലേക്ക് പോകുന്നത് വലിയ ഒരു കടം ബാക്കി വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. റഹ്മാനായ റബ്ബിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഹക്ക് അത് ബാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ തിരിച്ചു മടങ്ങുന്നത് എന്ന വലിയൊരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. റബ്ബിനോടുള്ളൊരു കടബാധ്യതയായി കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരല്പം ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കുക. പല ആളുകൾക്കുണ്ടാണ് വസ്വാസം, എന്താ വെച്ചാൽ കടക്കാരനായിക്കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. ഈ കടപ്പെന്ന വീട് വലിയൊരു ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ റോളിങ്ങിലും അവനക്ക് കട ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനക്ക് എപ്പോഴാണ് പോകാൻ പറ്റുക? അപ്പൊ അനാവശ്യമായ വസ്വാസം മാറ്റിവെച്ചിട്ട് സുഹൃത്തുക്കളെ, അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാരണയാക്കിയിട്ട് പോകാൻ പറ്റുന്നവർ പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, അവിടെ പോയാൽ മാത്രം ലഭിക്കുന്ന ചില മെച്ചങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോയാൽ ആ മണ്ണിൽ കാലുകുത്തിയാൽ മാത്രം ഒരുത്തനക്ക് കിട്ടുന്ന കുറെ മെച്ചങ്ങളുണ്ട്. എന്താ? ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ചില ബോധ്യപ്പെടലുകളാണ്. അള്ളാന്റെ റസൂല്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം തുടങ്ങി ഒരുപാട് പ്രവാചകന്മാരുടെ കാൽമുദ്ര പതിഞ്ഞ മണ്ണിലേക്ക് നമ്മൾ പോണത്. നമ്മുടെ സ്വഹാബത്ത് കൂടി നടന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ആ ഒരു ആത്മീയമായ അനുഭൂതി പ്രിയപ്പെട്ടവരെ ലഭിക്കണോ? ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെ നമുക്കൊന്ന് പോകാൻ കഴിയുക എന്നുള്ളതും അത് വല്ലാത്തൊരു തൗഫീഖാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ എത്തുമ്പോഴുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ ഇങ്ങനെ നന്മയിൽ മത്സരിക്കുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളത്ര ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. അംഗവൈകല്യങ്ങളെ പോലും മാറ്റിവെച്ച് ഇബാദത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ അങ്ങനെ കാണുമ്പോൾ ഞാനൊന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ പടച്ചോനെ എന്നൊരു ബോധ്യപ്പെടൽ നമുക്കുണ്ടാവും. അതും നമുക്ക് മുന്നോട്ടുള്ള ഗമനത്തിൽ വല്ലാത്തൊരു മുതൽക്കൂട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ലോകത്തൊരു പള്ളിയിലും കിട്ടാത്ത അത്രയും മഹത്തരമായ പ്രതിഫലല്ലേ ഹറമിൽ നമ്മളെ കാത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു വഖ്ത് നമസ്കരിച്ച് ഇവിടുത്തെ പള്ളി, നമ്മളെ നാട്ടിൻപുറത്തെ പള്ളിയിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പള്ളി നമുക്ക് എത്ര കിട്ടുക? 27 ഇരട്ടി. എന്നാലേ അവിടെ ഒരു റക്അത്തിന് ഒരു വക്തിന് കിട്ടുന്നത് 1 ലക്ഷമാണ്.
അപ്പൊ ഒരു 1.5 മാസം ഹജ്ജിന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ എല്ലാം ഒന്ന് ഒഴിവാക്കി, എല്ലാ തിരക്കുകളും കുടുംബത്തും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി റഹ്മാനായ റബ്ബിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ പോകുന്ന പോക്കും അവിടെ നിർവഹിക്കുന്ന ഹജ്ജിന്റെ ഒരു 5-6 ദിവസത്തെ കർമ്മങ്ങളും പിന്നെ ബോണസിൽ നമുക്കൊരു 1.5 മാസം ആ ഹറമിലൊക്കെ നിസ്കരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഉള്ള പാവങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരുപാട് നന്മയുടെ കൂമ്പാരം ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് വല്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. ഇത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വലിയൊരു ഓഫറാണ്. മസ്ജിദ് നബവിയിൽ പോയാലും 1 ലക്ഷം ഇല്ലെങ്കിലും 1000 ഇരട്ടി എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ ഏറ്റവും ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഹജ്ജിന് പോകുന്ന കാര്യം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയും. സ്വാഭാവികമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ അത്യാവശ്യം ആളോടൊക്കെ പറയേണ്ടി വരും. അതൊരു നാട്ടുമര്യാദയായിട്ട് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അവിടെ ഞാൻ ഒരു ഹജ്ജിന് പോവുകയാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പിശാചിന് ഒരു കാര്യം എളുപ്പമാണ്. ഈ കണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ പറയപ്പെട്ട എല്ലാ നന്മകളും തച്ചുടക്കാൻ നമ്മുടെ മനസ്സിലേക്കൊരു ലോകമാന്യത, ഒരു പബ്ലിസിറ്റി മൈൻഡ് ഇട്ട് തന്നാലും മതിയാകും എന്ന വലിയൊരു ചതിക്കുഴിയും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്. പക്ഷെ അള്ളാന്റെ റസൂല് പോലും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാ ഫീഹാ വലാ സുംആ. അല്ലാഹുവേ, ഹജ്ജ് അതിലൊരു നിലക്കും ഒരു ലോകമാന്യതയോ ഒരു താൻപൊരിമയോ ഒരു നല്ലൊരു കേളിയോ ഒന്നുമില്ലാത്ത രൂപത്തിൽ പടച്ചോനെ ഇഖ്ലാസോടുകൂടെ നീ ഓഫർ ചെയ്ത മുഴുവൻ നന്മകളും കൈപ്പറ്റിയ ഭാഗ്യവാനായ ഒരു ഹജ്ജിന്റെ ഉടമയായിക്കൊണ്ട് നീ എന്നെ മാറ്റണേ എന്ന് വല്ലാത്തൊരു പ്രാർത്ഥന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതും ഇതിനൊക്കെ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ സുഹൃത്തുക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും റിയാ ഉണ്ടാകാൻ പാടില്ല, ലോകമാനത ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഏതായിരുന്നാലും ഉണ്ടാകണം. സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വലിയ വലിയ ഓഫറുകളാണ് ഇതെല്ലാം. ഇതിനൊക്കെ കഴിവുണ്ടായിട്ടും അലക്ഷ്യമായും അതിനൊക്കെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. പടച്ചോൻ തന്നതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാൻ പറ്റുന്നത്. ഇതൊന്നുമില്ലാത്തതിന്റെ പേരിൽ, ഇതിന്റെ മഹത്വമൊക്കെ അറിഞ്ഞിട്ടും സമ്പത്തൊക്കെ ഇല്ലാത്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ ആശ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. പക്ഷെ നമുക്കൊക്കെ അത് കിട്ടിയിട്ടും എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. റഹ്മാനായ റബ്ബ് നൽകിയത് തിരിച്ചെടുക്കും മുമ്പ്, ബിസിയാകുന്നതിന് മുൻപ് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോ, എനിക്ക് കഴിവുണ്ടായിട്ടും ഞാനിങ്ങനെ ബോധപൂർവ്വം മാറ്റിവെക്കുകയാണോ എന്നൊരു ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തി ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്തെങ്കിലും സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ഇനി ഇത് കഴിഞ്ഞിട്ടാകട്ടെ ബാക്കിയെല്ലാം എന്ന് തീരുമാനിച്ചാലും സുഹൃത്തുക്കളെ നമുക്കതിന്റെ ഖൈറും ബറക്കത്തും ഉണ്ടാകും. അതുകൊണ്ട് ഇതിന്റെ ഒരു ബാധ്യതയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി, അതൊരു ആഴവും പരിപ്പും നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇത് വലിയൊരു പ്രതിജ്ഞയായിക്കൊണ്ട് നമ്മൾ എടുക്കുക. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളൊക്കെ കണ്ണടക്കുന്നതിന് മുൻപ് അവിടെ ചെന്ന് ഏറ്റവും പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ച് അതിന്റെ എല്ലാവിധ നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കുവാനൊക്കെയുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇതേ മിമ്പറിൽ നിന്ന് നമ്മൾ ഒരു 7 വയസ്സുകാരിയായ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ച മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞുമോൾക്കും അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഖൈറുകളും നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ആ ഒരു കാര്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ക്ഷമിക്കാനുള്ള തോക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മക്കളെ റബ്ബ് തിരിച്ചു വിളിച്ചാൽ എന്തൊക്കെ ഓഫറുകളാണോ ഒരു സത്യവിശ്വാസിയായ ഉമ്മക്കും ഉപ്പക്കും ഉള്ളത്, അത് ഇരു ലോകത്തിലും റഹ്മാനായ റബ്ബ് അവർക്ക് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലടങ്ങാത്തൊരു ആഗ്രഹമാണ് നിന്റെ സവിധത്തിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. സമ്പത്തും മറ്റുമൊക്കെ നൽകിയ ഞങ്ങളുടെ മനസ്സിൽ അതൊന്ന് ഏറ്റെടുക്കാനുള്ള മാനസിക
മാനസിക വിശാലതയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.